ഹലോ എവരിവൺ, ഞാനിന്ന് ഈ ചാനലിൽ വന്നിരിക്കുന്നത് എംഐയുടെ പുതിയ റെഡ്മിയുടെ പവർ ബാങ്കുമായിട്ടുമാണ്. 20,000 mAh പവർ ബാങ്കാണ്. നോർമലായിട്ടുള്ള എംഐയുടെ ആക്സസറി പാക്കേജ് പോലെ തന്നെയാണ്. ഓറഞ്ച് കവർ, ബ്ലാക്ക് ഹെഡിങ്, ഫോട്ടോ എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നമുക്കറിയാം പ്രിൻ്റ് വില 2000 രൂപയാണ് കാണിക്കുന്നത്. 1999 രൂപയാണ് കാണിക്കുന്നത്. 1 രൂപ ഒരു കുറച്ച് 2000 അല്ല. പക്ഷേ ഇത് ഓൺലൈനിൽ എനിക്ക് കിട്ടിയത് 1500 രൂപയ്ക്കാണ്. എംഐയുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്ക്രാച്ച് ഫോർ സെക്യൂരിറ്റി കോഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ പ്രോഡക്റ്റ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാം. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ലിത്തിയം പോളിമർ ബാറ്ററി, ഡുവൽ പോർട്ട്, ഡുവൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്. USB ടൈപ്പ് സിയും സാധാ മൈക്രോ USB പോർട്ടും എല്ലാം ഉള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് എന്നാണ് അവർ പറയുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ. നമുക്കിനി ഇത് പൊട്ടിച്ച് നോക്കാം. ഈ സമയത്ത് എനിക്ക് ബ്ലേഡ് കിട്ടിയില്ല, അതുകൊണ്ട് സർജിക്കൽ ബ്ലേഡിൻ്റെ ഒരു തുണ്ട് വെച്ച് നമുക്കത് മുറിച്ച് നോക്കാം. ടേപ്പ് മണ്ടയിലാണുള്ളത്, സീൽഡാണ്. അതുകൊണ്ട് ആരും പൊട്ടിച്ചകത്തൊന്നും നുള്ളിപ്പറക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ള വിശ്വാസം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ക്യാമറ ഒറ്റ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് പാക്കേജ് തുറക്കുക എന്നുള്ളത് വളരെ കഷ്ടമാണ്, എന്നാലും ട്രൈ ചെയ്യാം. ടേപ്പ് പതുക്കെ കട്ട് ചെയ്യാം. കാർഡ്ബോർഡ് വെട്ടി പൊട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ടേപ്പ് കട്ടായി. ഒറ്റ കൈ കൊണ്ട് ഇത് ഫോണും പിടിച്ചുകൊണ്ട് ഇതും കൂടെ തുറക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. എൻ്റെ അനിയൻ്റെ കൈ അറിയാതെ വന്നതാണ്. എൻ്റെ കഷ്ടപ്പാട് കണ്ട് എൻ്റെ അനിയൻ്റെ കൈയാണ് വന്നത്. കവറിനുള്ളിലടുത്തൊരു കവറ്. ഇവർ കളിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു കവർ പൊട്ടിച്ചാൽ പോരാ, അടുത്ത കവറുണ്ട്. മഞ്ഞക്കവറിനുള്ളിൽ വെള്ളക്കവർ. ഇനി ഈ കവറിനകത്തൊന്നുമില്ല, മാറ്റി വയ്ക്കാം. ഈ കവറിനകത്തായിരിക്കും പവർ ബാങ്ക്. അതെ, ദോ ഇരിക്കുന്നു. 20,000 mAh പവർ ബാങ്ക് ഒരു വൈറ്റ് കളർ കവറിനകത്ത്. ഫോക്കസ് കറക്റ്റ് ആവുന്നില്ല, സോറി, അഡ്ജസ്റ്റ് വിത്ത് മീ. ഓക്കെ, ഫോക്കസ് കറക്റ്റായി. എന്തോ ഒന്നുകൂടെ അതിനകത്തുണ്ട്. കേബിളാണ്. ഒന്നിനും കൊള്ളൂലാത്ത കട്ടിയില്ലാത്തൊരു കേബിൾ. 2-3 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കേബിൾ കേടായിപ്പോവും. കണ്ടു, സാധാ മൈക്രോ USB കേബിൾ. ഫ്ലാറ്റ് കേബിളാണ്. ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള കേബിളാണെന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടറിയാം, 1-2 മാസത്തിൽ കൂടുതൽ ഈ കേബിൾ പോകത്തില്ല, അത് കേടായിപ്പോവും. കൂടെ ഒരു മാനുവൽ തരുന്നുണ്ട്. ഒരു പവർ ബാങ്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു മാനുവലാണിത്. നമ്മൾ ആരും ഇത് വായിച്ച് നോക്കാൻ പോണില്ല. എൻ്റെ ക്യാമറ വിട്ട് ഫോക്കസ് ആവുന്നതുമില്ല. ഓക്കെ, ഫോക്കസായി. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പവർ ബാങ്കിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് കാണിക്കുന്നുണ്ട്. പോർട്ടുകൾ ഏതൊക്കെയാണ്, ചാർജിങ് LED എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പ്രോഡക്റ്റ് ഓവർവ്യൂ, ചാർജിങ്, ഡിസ്ചാർജിങ്, ഇതൊന്നും ആരും വായിച്ച് നോക്കത്തില്ല. ഓക്കെ, സ്പെസിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ഞാനും വായിച്ച് നോക്കാൻ പാടില്ല, എന്തിനകത്ത് വെറുതെ ഒരു തുണ്ട് പേപ്പർ മാറ്റി വയ്ക്കാം. ഇനി പവർ ബാങ്കിനെ പറ്റി നോക്കാം. അത് മാറ്റി വയ്ക്കാം. പവർ ബാങ്കിനെ നോക്കാം. പവർ ബാങ്ക് തുറന്ന് അകത്തുള്ള സാധനത്തിനെ പുറത്തെടുക്കാം. ലേബൽ വലിച്ചിരിക്കട്ടെ. ഒറ്റ കൈ കൊണ്ടൊരു സാധനം പൊട്ടിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. കറുത്ത കളർ പവർ ബാങ്ക്. സാധനം ഫുൾ പ്ലാസ്റ്റിക്കാണ്. 10,000 mAh പവർ ബാങ്ക് പോലെയല്ല, 20,000 ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. മെയ്ഡ് വിത്ത് പ്ലാസ്റ്റിക്. പഴയ ഡിസൈനിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. റൗണ്ടഡ് എഡ്ജസ്, 20,000 mAh. നല്ല നൈസ് ഫോണ്ടിൽ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്ലൈസിങ് ഉള്ള ഫോണ്ടാണ്. 4 ചുറ്റും മാറ്റ് ഫിനിഷാണ്. ഫുള്ളി പ്ലാസ്റ്റിക്കാണ്. സൈഡിൽ ഗ്രിപ്പുണ്ട്, കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴാതിരിക്കാൻ വേണ്ടി. ബാക്കിൽ 20,000 mAh എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിസ്ക് ഓഫ് ഫയർ, ഇത് തീ പിടിക്കാൻ ചാൻസ് ഉള്ളതാണെന്നും അവരതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജസും ആംബിയേഴ്സും ഡുവൽ പോർട്ടും ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയും എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. അതിൽ പറയുന്നത് പോലെ മാറ്റ് ഫിനിഷ്, റൗണ്ടഡ് എഡ്ജസ്, പറയുന്ന പോലെ ഡുവൽ പോർട്ട് ചാർജിങ്, 2 പോർട്ടും ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ടാണ്. മൈക്രോ USB ഉണ്ട്, ടൈപ്പ് സിയും ഉണ്ട്. കമ്പനിയിൽ നിന്ന് ചാർജിങ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്.
എനിക്ക് കിട്ടിയപ്പോൾ 2 ബാർ ചാർജ് ഉണ്ട്, ഏകദേശം 50% ചാർജുണ്ട്. പവർ ബാങ്ക് സ്റ്റാൻഡേർഡ് ഡുവൽ പോർട്ടും ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ എന്താ ചെയ്യുക, 2 ഡിവൈസ് ഒത്തിടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഫാസ്റ്റ് ചാർജ് ആകത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഫാസ്റ്റ് ചാർജ് ആകത്തുള്ളൂ. 2 ഡിവൈസ് കണക്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സ്റ്റാൻഡേർഡ് ചാർജിങ്ങിലേ വർക്ക് ആവത്തുള്ളൂ. പാസ് ത്രൂ ചാർജിങ് ഉള്ളതാണ്. അതായത് പവർ ബാങ്കും കണക്ട് ചെയ്ത് പവർ ബാങ്കിൽ കിടക്കുന്ന ഡിവൈസും രണ്ടും അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പവർ ബാങ്ക് വെച്ച് ചാർജ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണത്. ഇത് പഴയ 10,000 mAh ആണ്. എനിക്കിപ്പോഴും ഇത് തന്നെയാണ് മച്ച് മോർ പ്രീമിയം ഫീൽ തോന്നുന്നത്. അലുമിനിയം ബോഡിയാണ്, MA ലോഗോ, സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. പക്ഷേ പഴയതുപോലുള്ളൊരു ബാക്കപ്പ് ഇപ്പോൾ ഇതിന് കിട്ടുന്നില്ല. സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്, ഉപയോഗിക്കുന്നതനുസരിച്ച് സ്ക്രാച്ച് ആവും. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിരുന്നു, അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. റെഡ്മിയുടെ പുതിയ 20,000 mAh പവർ ബാങ്കാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ ഉടനെ വ്യൂവേഴ്സിനായിട്ട് ഇട്ട് തരാം. സൈഡ് ബൈ സൈഡ് മറ്റേതൊരു അലൂമിനിയം ആൻഡ് പ്രോപ്പർ പ്രീമിയം ഫീലാണ്. 10,000 mAh പ്രോപ്പർ പ്രീമിയം ഫീൽ. ഇത് ഏകദേശം ചീപ്പ് പ്ലാസ്റ്റിക് ഫീലാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാം പവർ ബാങ്കിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി. മോഡൽ നമ്പർ PB200 LGM, അത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ്. ബാറ്ററി പവർ 74 വാട്ട്-അവറിൻ്റെ ബാറ്ററിയാണ്. 20,000 mAh, 3.7 വോൾട്ട്, 2 ഇൻപുട്ട് പോർട്ട് വരുന്നുണ്ട്. മൈക്രോ USB-C വരുന്നുണ്ട്. 5 വോൾട്ട് 2.1 ആംപിയറും 9 വോൾട്ട് 2.1 ആംപിയറും 12 വോൾട്ട് 1.5 ആംപിയർ വരെ വോൾട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ടിൽ വരുന്നത് 5.1 വോൾട്ട് 2.4 ആംപിയറും 9 വോൾട്ട് 2 ആംപിയർ മാക്സും 12 വോൾട്ട് 1.5 ആംപിയർ മാക്സിമവുമാണ് ഔട്ട്പുട്ട് വരുന്നത്. കളർ ബ്ലാക്കിലും വൈറ്റിലും ലഭ്യമാണ്. 20,000 mAh പവർ ബാങ്ക്. 6 months ലിമിറ്റഡ് വാറണ്ടി. അതായത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കമ്പനി കൈമലത്തും. ലിമിറ്റഡ് വാറണ്ടി, നോക്കിയും കണ്ടും ഉപയോഗിക്കുക. പാക്കേജിനകത്ത് നമ്മൾ കണ്ടതുപോലെ ഒരു പവർ ബാങ്ക്, സോ കോൾഡ് യൂസർ മാനുവലും ഒരു കേബിളും മാത്രമാണ് ലഭിക്കുന്നത്. MAയുടെ സൈറ്റിൽ ഏകദേശം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണിത്. പിന്നെ ഈ പവർ ബാങ്കിൻ്റെ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, പവർ ബാങ്ക് റീസെറ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്, ചിപ്പ് തെർമൽ ഷട്ട് ഡൗൺ പ്രൊട്ടക്ഷൻ മീൻസ് ഓവർ ഹീറ്റ് ആവുന്നെന്നുണ്ടെങ്കിൽ ചാർജിങ്ങും ഔട്ട്പുട്ടും കട്ട് ഓഫ് ചെയ്യും. ഇൻപുട്ട് ഓവർ വോൾട്ടേജ്, പവർ ബാങ്കിലേക്ക് ഓവർ വോൾട്ടേജ് കൊടുക്കുന്നെങ്കിൽ അത് ഷട്ട് ഡൗൺ ആവും. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻകറക്റ്റ് ഇൻസേർഷൻ, തിരിച്ച് മറിച്ച് മാറ്റാൻ പോർട്ടുകൾ സമ്മതിക്കില്ല. പ്രൊട്ടക്ഷൻ ഫ്രം ഔട്ട്പുട്ട് ഓവർ കറണ്ട്, ഔട്ട്പുട്ടിലേക്ക് ഓവറായിട്ട് കറണ്ട് ഡ്രോ വരുന്നെങ്കിൽ പവർ ബാങ്ക് ഷട്ട് ഡൗൺ ആവും. അണ്ടർ വോൾട്ടേജ് ആണെങ്കിൽ ഷട്ട് ഡൗൺ ആവും. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ഓവർ ചാർജ് ആൻഡ് ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതുപോലുള്ള ഒരു 12 ലെയർ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് MI പവർ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 12 ലെയർ ഏകദേശം അവരുടെ എല്ലാ പവർ ബാങ്കിലും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. റെഡ്മി MI 20,000 mAh ഡുവൽ പോർട്ട്, പോളിമർ ബാറ്ററി, ടൈപ്പ് C ചാർജിങ് സപ്പോർട്ട് എല്ലാമുള്ള ഓവറോൾ സ്റ്റാൻഡേർഡ് ഫോർ 1,500 റുപ്പീസ്. നല്ലൊരു പവർ ബാങ്കാണ്. ഇനി ഇത് ചാർജ് ആവോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. സാധനം കംപ്ലൈൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചാർജിന് കുത്തുമ്പോൾ ചാർജ് ആവും. 10,000 mAh വെച്ച് 20,000 mAh ചാർജ് ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് ലെറ്റ് സീ ഇഫ് ഇറ്റ് വർക്ക്സ്. ഓക്കെ, ചാർജിങ് LED ചാർജ് ആവുന്നുണ്ട്. പവർ ബാങ്ക് വർക്കിംഗ് ആണ്, ഒരു കുഴപ്പവുമില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നൊന്നുമല്ല, MIയുടെ ഓൺ സ്റ്റോറിൽ നിന്നാണ്, mi.com നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഒറിജിനൽ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ, അതായത് ഞാൻ ഏകദേശം ഒരു 2 months യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ വ്യൂവേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ ലുക്ക് വെച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് പവർ ബാങ്കാണ്. 20,000 mAh, 18 watt ഫാസ്റ്റ് ചാർജിങ്, ഡുവൽ പോർട്ട്, ഡുവൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, 2 പോർട്ടും ഫാസ്റ്റ് ചാർജിങ് കേപ്പബിളാണ്. ലെറ്റ് സി ആസ് ടൈം ഗോസ് പവർ ബാങ്ക് എന്താ ക്വാളിറ്റി എന്ന് വിത്തിൻ 2 months റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please consider subscribing to my channel. Anyways, thank you for watching my video. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഇറങ്ങും. ഞാനൊരു ഹോം ഓട്ടോമേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതാവശ്യമുള്ളവർ കമൻറ്റിൽ ഇടുക. ഹോം ഓട്ടോമേഷൻ തുച്ഛമായ റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ആഡ്രീനോ ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിലിടുക. വീഡിയോ കണ്ടതിൽ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ്.